ഇന്ന് നമ്മളുള്ളത് എറണാകുളം വുഡ്ലാൻഡ് ജംഗ്ഷനിലുള്ള പറക്കാട് ജ്വല്ലറിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചെന്ന സമയത്ത് സിന്ധു ചേച്ചി ഉണ്ടായിരുന്നു, ദീപേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഷൂട്ടിന് വേണ്ടി പോയതായിരുന്നു. സൈമൺ ചേട്ടൻ്റെ ഒരു ഷൂട്ടായിരുന്നു. മോഡലായിട്ടുണ്ടായിരുന്നത് അനുചേട്ടനായിരുന്നു. അപ്പോൾ ആ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രീ കിട്ടിയ സമയത്ത് ഒരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഓർണമെൻറ്റ്സിനെ പറ്റിയൊന്നും അധികം സംസാരിക്കാൻ എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഷോക്കേസിലും പൂജാ റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല നല്ല വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പ്രീതി മാമിൻ്റെ രണ്ടാമത്തെ മകൻ അഭിഷേക്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഡയറി ഉണ്ടായിരുന്നു. അത് നോക്കിയ സമയത്ത് അവരുടെ മൂന്നാറിലുള്ള ഒരു റിസോർട്ടിൻ്റെതായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര വണ്ടർ അടിച്ചു പോയി. കാരണം ഒരു രക്ഷയില്ല കേട്ടോ. അവിടുത്തെ സ്ഥലങ്ങളും റൂമുകളൊക്കെ കാണാനൊക്കെ ആണെങ്കിലും ഈ വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഹണിമൂണൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല കേട്ടോ, ഫാമിലിയുള്ള ആൾക്കാരും എല്ലാം ടൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അത്. കാരണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനത് സൂം ചെയ്തൊന്ന് കാണിക്കാം. നമ്പറൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഓർണമെൻറ്റ്സിലേക്ക് കിടക്കാം. അവിടെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. 1 ഗ്രാം ഗോൾഡാണ്, പക്ഷേ എങ്കിൽ പോലും പക്ക ഫിനിഷിങ്ങോടെ തന്നെ അവരത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ തരം കളക്ഷൻസാണ് അവിടെ ഉള്ളതെന്ന്. ചോക്കറാണെങ്കിലും ലോങ് മാലയാണെങ്കിലും ചെറിയ ചെറിയ മാലകളൊക്കെയും എല്ലാം അടിപൊളി പക്ക ഫിനിഷിങ്ങോടെ തന്നെ കേട്ടോ അവർ ചെയ്തിട്ടുള്ളത്. എല്ലാം 1 ഗ്രാമാണ്. അതുപോലെ തന്നെ ചെറിയ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ലാഷസും ഹുദ ബ്യൂട്ടിയുടേതും ക്രൈലോണിൻ്റെയും ഒക്കെ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ബെൽറ്റ് കേട്ടോ. നമുക്ക് അടിപൊളിയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് ഹെവിയാണ് എങ്കിലും അടിപൊളിയായിട്ടോ. നല്ല ബ്ലൂ ആയിട്ട് അടിപൊളി ഒരു ബെൽറ്റാണ്. പിന്നെ ഹിന്ദു ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന നല്ല നല്ല മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അടിപൊളി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ പെൻഡൻറ്റുകളും ഡെയിലി യൂസിന് പറ്റുന്നതും അതുപോലെ തന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പെൻഡൻറ്റുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ആ ഒരു പാലക്കയുടെ പെൻഡൻ്റൊക്കെ കണ്ടപ്പോൾ എനിക്കെന്ന് തോന്നി, ആക്ച്വലി ഞാൻ ഡാൻസർ ആയതുകൊണ്ട് മോഹിനിയാട്ടത്തിന് നടുക്കൊക്കെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ അത് ഡെയിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മാലകൾ ആണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ കുറേ വളകളൊക്കെ ഉണ്ടായിരുന്നു, വെറൈറ്റി. പിന്നെ സിന്ധു ചേച്ചി എന്തൊക്കെയോ തിരക്കായിരുന്നു, പണിത്തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേച്ചിനെ ഞാൻ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ സിന്ധു ചേച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാംഗിൾസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം കളക്ഷൻസ് ഉണ്ടെന്ന്. ഇത് കണ്ടാൽ ആരും പറയില്ല ഗോൾഡ് ആണെന്നേ പറയുള്ളൂ. അത്രയ്ക്ക് പക്ക ഫിനിഷിങ്ങോടെ തന്നെ അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എത്രത്തോളം വെറൈറ്റി കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. പിന്നെ ദീപേഷ് ചേട്ടൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ചേട്ടനെ അതുപോലെ തന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല കേട്ടോ. പിന്നെ വളകൾ കണ്ടോ, കല്ല് വെച്ചിട്ടുള്ള പല സ്റ്റോൺ വെച്ചിട്ടുള്ള വളകളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ നാഗപടം, പാലയ്ക്ക, അങ്ങനത്തെ കുറേ ടൈപ്പ് വളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമുക്ക് ഈവനിങ് റിസപ്ഷൻ ലുക്കിന് പറ്റുന്ന നല്ല നല്ല നെക്ലസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലുള്ള മാലകൾ കുറച്ചും കൂടി സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ്. നല്ല പേളിൻ്റെ മാലകളും അതുപോലെ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ കഴുത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കുറേ പക്ക അമ്മമാർക്ക് വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ കുറേ നല്ല മാലകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോക്കേസിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനെങ്കിലൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറേ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഗണപതി ആയിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, യേശു ആയിക്കോട്ടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല പല ദൈവങ്ങളുടെ വിഗ്രഹങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു ഭംഗിയായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ സരസ്വതി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബഡ്ജറ്റും അത്രയധികം ഒന്നുമില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ തൂക്കം അനുസരിച്ചിട്ടാണ് ബഡ്ജറ്റ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും അധികം റേറ്റും ഇല്ല താനും. അങ്ങനെയൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുറേ ചെറിയ ചെറിയ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഗോൾഡ് എടുക്കുന്നതിൻ്റെ അത്ര രൂപയൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ. ഇതൊക്കെ എല്ലാം സെയിൽ, സ്വന്തമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ആട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.